ഹലോ, എല്ലാവർക്കും നമസ്കാരം. വാലന്റൈൻസ് ഡേ പ്രണയ ദിനമൊക്കെയാണ് വരാൻ പോകണം. അപ്പോൾ നമുക്ക് നമ്മുടെ കാമുകിൻ്റെ ഒപ്പം ഒന്ന് പുറത്തൊക്കെ പോയി കറങ്ങിയിട്ട് വരാട്ടാ. വാലന്റൈൻസ് ഡേക്ക് പോകാൻ ഒഴിവില്ല, അപ്പോൾ ഇന്ന് നമുക്ക് കറങ്ങാൻ പോയിട്ട് വരാട്ടാ. അപ്പോൾ വീഡിയോ തുടങ്ങാം. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി. നമ്മൾ ബുള്ളറ്റിലാണ് പോകാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ഈ ബുള്ളറ്റിലാണ് പോകാൻ പോകുന്നത്. ഹെൽമെറ്റൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. എവിടേക്കാണ് പോകാമെന്ന് അറിയാണ്ട് ഇങ്ങനെ ചോദിച്ചോണ്ട് നിൽക്കണം. എവിടേക്കാണ് പോകണമെന്ന്. ഗുഡ് മോർണിംഗ്. നമുക്ക് പോവാം. അങ്ങനെ ഇപ്പോൾ രാവിലെ തന്നെ ബുള്ളറ്റ് എടുത്തിട്ട് കാമുകിനെ വിളിക്കാൻ വേണ്ടി പോവാണ്. കാമുകി വെള്ള ഹെൽമെറ്റിന് മാച്ചായിട്ട് വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ കാമുകിനെയൊക്കെ ബാക്കിൽ ഇരുത്തിയിട്ട് അതിന് വെറുതെ ഒരു ബൈക്ക് റൈഡ് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. രാവിലെ ആയുള്ളൂ. സൂര്യൻ ഉദിച്ചു വരുന്ന കാണിച്ചു തരാം കേട്ടോ. രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. ഈ ചെറു വെളിച്ചത്ത് ബൈക്ക് ഓടിച്ച് ഇങ്ങനെ പോകാൻ തന്നെ പ്രത്യേക ഫീലാണ്. അതും ബുള്ളറ്റ് ആണെങ്കിൽ പിന്നെ പറയണ്ട. അങ്ങനെ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് പോവാണ് കേട്ടോ. പോണ വഴിക്ക് പാലക്കാടിൻ്റെ ഭംഗിയാണ് നിങ്ങൾ ഈ കാണുന്നത്. വണ്ടി റിസർവ് ആയത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഭാഗ്യത്തിന് വണ്ടി ചതിച്ചില്ല. കറക്റ്റ് പെട്രോൾ പമ്പ് എത്തുമ്പോഴേക്കും അവിടെ പെട്രോൾ പമ്പ് എത്തുമ്പോഴേക്കും മിസ്സായിട്ട് നിന്നോ. അല്ലെങ്കിൽ എപ്പോഴും ഫുൾ ടാങ്ക് അടിച്ചിട്ട് റിസർവ് ആക്കിയത് ഓർമ്മയില്ല. കറക്റ്റ് നല്ല ഭാഗ്യമുണ്ട്. വണ്ടി ഒരിക്കലും ചതിക്കില്ല നമ്മളെ. അങ്ങനെ വണ്ടിയിൽ നിറയെ എണ്ണ അടിച്ചിട്ട് ഇപ്പോൾ പോവാണ്. നേരം വണ്ടി ഓടിച്ച് വന്ന് നല്ല ഭക്ഷണം കഴിക്കാൻ പോകുന്ന കേട്ടോ. നമ്മൾ സ്ഥിരം പോണ വാളയാറിലുള്ള ഒരു നല്ലൊരു ഹോട്ടലുണ്ട്, ചെറിയൊരു ഹോട്ടല്. അപ്പോൾ അവിടേക്കാണ് കേട്ടോ പോകാൻ നിൽക്കണേ. അവിടെയാണ് നമ്മുടെ ഏട്ടനും ചേച്ചിനെയും കട. അവിടേക്കാണ് എപ്പോഴും പോവുക. ഞങ്ങൾ എപ്പോഴും വാളയാറ് കോയമ്പത്തൂർ പോവുകയാണെങ്കിൽ അവിടെ പോയി കഴിച്ചിട്ടേ പോവാട്ടോ. അപ്പോൾ അവിടേക്ക് പോവാം. ഞാൻ എപ്പോഴും വാളയാറ് അല്ലെങ്കിൽ കോയമ്പത്തൂരൊക്കെ പോവുകയാണെങ്കിൽ എപ്പോഴും ഈ കടയിൽ പോയി ഇഡ്ഡലിയും ചായയും എല്ലാം കഴിച്ചിട്ടാണ് കേട്ടോ പോവുക. ഒഴിഞ്ഞൊരു സ്ഥലത്ത് ചെറിയൊരു കട, കൂടാതെ ശാന്തമായ അന്തരീക്ഷം, വലിയ തിരക്കുകളില്ല. ഒഴിഞ്ഞ സ്ഥലത്ത് സംസാരിച്ചിരിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നല്ല ഇഡ്ഡലിയാണ്, നല്ല ചമ്മന്തിയും ചട്നിയും ഓംപ്ലേറ്റും ചായയും എല്ലാം അവിടെ കിട്ടും. അതും കൂട്ടി രാവിലെ കഴിക്കുമ്പോൾ തന്നെ പ്രത്യേക ഫീല്. അവിടെ നിന്ന് വയറ് നിറയെ ഫുഡും കഴിച്ച് ഇനി എന്താ പരിപാടി എന്ന് അവിടെ നിന്നാണ് പ്ലാൻ ചെയ്യുക. ശേഷം കോയമ്പത്തൂർ പോവുകയാണെങ്കിൽ കോയമ്പത്തൂർ പോകും, തിരിച്ച് വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിലേക്കും പോകും. അങ്ങനെ അവിടെ നിന്ന് ചായയും അതുപോലെ തന്നെ ഓംപ്ലേറ്റും ഇഡ്ഡലിയും എല്ലാം കഴിച്ച് കഴിഞ്ഞ് നേരെ ഇപ്പം ഞാൻ കുറച്ച് ഗിഫ്റ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് അവളുടെ കവറിലാക്കിയിട്ട് അവളുടെ ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അവൾക്ക് അത് കൊടുക്കണം. അപ്പം അതിനായിട്ട് പോവുകയാണ് ഞാനിപ്പോൾ. നേരെ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ വന്നിരുന്ന് ഞാൻ അവൾക്ക് വാങ്ങിച്ച ഗിഫ്റ്റുകൾ കൊടുക്കുകയാണ് കേട്ടോ. തുറന്ന് നോക്കിയിട്ടാ എനിക്കുള്ള ഗിഫ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ രാജസ്ഥാനിൽ നിന്ന് ഞാൻ വാങ്ങിച്ച പ്രത്യേകം ഡിസൈനുള്ള ഒരു പേഴ്സും അതുപോലെ തന്നെ ഒരു ബൊമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ബൊമ്മേൻ്റെ ഇതേ രൂപത്തിലുള്ള വേറൊരു ബൊമ്മ എൻ്റെ വീട്ടിലുണ്ട്. ഈ കൊടുത്ത 2 ഗിഫ്റ്റുകൾ ഇഷ്ടമായി. വേറെ കൊടുത്തത് എന്താന്ന് പറഞ്ഞാൽ ഒരു ബുക്കാണ് കേട്ടോ. ഈ ബുക്കിൽ ഒരുപാട് ലെറ്ററും കാര്യങ്ങളും ലവ് ലെറ്റർ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ പേഴ്സണൽ ആയതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നില്ല. അതുപോലെ തന്നെ ഇത് വേറൊരു ബുക്കാണ്. ഇത് 2022 തൊട്ടുള്ള എല്ലാ മെമ്മറിയും ഈ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ ആദ്യം കണ്ട നാൾ തൊട്ടുള്ള ചിത്രങ്ങൾ ഇതിൽ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വാട്ടർ പെയിന്റ് കൊണ്ടാണ് വരച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രാജസ്ഥാനിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്ത പേഴ്സിൽ അതിൻ്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. അതായത് പേര് ഒരു നൂലിൽ തുന്നി ഇട്ടതുപോലത്തെ ഒരു ഡിസൈനിലുള്ള പേരും അതുപോലെ തന്നെ വേറൊരു കമ്മലും അതിൻ്റെ ഉള്ളുണ്ട്. രാജസ്ഥാനിൽ ഞാൻ സ്പെഷ്യലായിട്ട് വാങ്ങിച്ചിട്ട് വന്നതാണ്. ഇതേ പേഴ്സ് അമ്മയ്ക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവൾക്കും ഒരേപോലത്തെ 2 പേഴ്സാണ് വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ളത്. ഇത് രാജസ്ഥാനിൽ നിന്ന് വാങ്ങിച്ച ഒരു കമ്മലാണ്. 2 രാജകുമാരികൾ ഡാൻസ് കളിക്കുന്ന പോലത്തെ ഒരു ഡിസൈനുള്ള കമ്മലാണ് കേട്ടോ. ഇതുപോലെ 2-3 വാങ്ങിച്ചിട്ടുണ്ട്. ശേഷം കുറേ നേരം ബുള്ളറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്ത് നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ്. നല്ല പൊറോട്ടയും അതുപോലെ തന്നെ ബീഫ് കറിയാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. പൊറോട്ടയും ബീഫും കഴിക്കുക എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. കുറേ നാളായി പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചിട്ട്. വെറും പൊറോട്ടയും ബീഫ് കറി മാത്രമല്ല, ചായയും കൂടെ ചേർത്തിട്ടാണ് കഴിക്കണേ. 2 ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ പൈസ അവളാണ് കൊടുക്കണത്. ഒരു ദിവസം ഞാൻ കൊടുത്താൽ പിറ്റേ ദിവസം അവള് കൊടുക്കും. ശേഷം ഞങ്ങളുടെ നാട്ടിലുള്ള ഭംഗിയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. കണ്ടവും പാടവും എല്ലാം കൂടെ നിറഞ്ഞതാണ് ഞങ്ങളുടെ നാട്. 2 പേരിൻ്റെയും വീടുകൾ തമ്മിൽ ഏകദേശം 3 കിലോമീറ്റർ ഡിഫറൻറ്റ് ഉണ്ട്. ശേഷം കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്ന് അവളിനെ ഓട്ടോ കയറ്റി വിട്ടാക്കി ഞാനിപ്പോൾ ഒരു ചായക്കടയിൽ വന്ന് ചായ കുടിച്ചിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട്. ബസ് കിട്ടാത്തതുകൊണ്ട് നമ്മളെ വിളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ സമയം പോകാൻ വേണ്ടിയിട്ടാണ് ചായ കുടിച്ചിട്ട് ഇരിക്കുന്നത്. അങ്ങനെ ഒരു ചായ കുടിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കൂട്ടുകാരനെ വിളിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ തിരിച്ചു പോയോ. അങ്ങനെ വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്കും തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇറങ്ങുമ്പോഴും കണി നിങ്ങളാണ്, വരുമ്പോഴും കണി നിങ്ങളാണ്. എന്ത് നല്ലതാണ്? എന്ത് ദോഷം? വെറുതെ പറഞ്ഞാണ്. പോകുമ്പോഴും നിങ്ങളാണ്, വരുമ്പോഴും നിങ്ങളാണെന്ന് പറഞ്ഞത്. ഈ ഇപ്പം തന്നെ അല്ലേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്താ പണി? ഇവിടെയൊക്കെ അടിച്ചു വരിക, എല്ലാം അവിടെ അടിച്ചു വരിക. ഇരുന്നോ. അങ്ങനെ വെളിക്കൊക്കെ കറങ്ങാൻ പോയി ഇപ്പോൾ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ ചെറിയൊരു കാര്യം, ഈ ഒരു ഫോട്ടോ കണ്ട, ഇതാണ് ഞാൻ ഒരു 4-5 വർഷം മുമ്പുള്ള ഞാനായിരുന്നു. ഇത് മുടിയൊക്കെ വളർത്തി വല്ല
അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വലിയ സ്റ്റൈലാണ്, എന്നെ കാണുമ്പോൾ എല്ലാവരും നോക്കുന്നുണ്ടെന്നൊക്കെ വിചാരിച്ചു. ഇപ്പോൾ ആ ഫോട്ടോ കാണുമ്പോഴാണ് എത്ര വൃത്തികേടായിരുന്നു എന്ന് മനസ്സിലാക്കണേ. ഇത് ഞാൻ ഒരു 8-9 പെൺകുട്ടികളെ പ്രണയിച്ചിട്ടുണ്ട് കേട്ടോ, വൺ സൈഡായിട്ട്. ആരും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ഇത്രയും മുടി വളർത്തിയിട്ട് പോലും എന്നെന്താ ആരും നോക്കാത്തതെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ മുടി വളർത്തി എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഒരു വൃത്തികെട്ട രീതിയിലായിരുന്നു നമ്മൾ നോക്കുന്നുണ്ടായിരുന്നത്. ഇതൊക്കെ നോക്ക്. പിന്നെ ഇവള് എൻ്റെ കാമുകി എന്ന് പറയുന്നത് ഞാൻ അവൾ ഒരേ ക്ലാസ്സിലായിരുന്നു, നെന്മാർ നേതാജി കോളേജിൽ BA എക്കണോമിക്സ് കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ പ്രപ്പോസ് ചെയ്തു, നമ്മൾ പ്രണയ അഭ്യർത്ഥന നൽകി. അപ്പോൾ പറഞ്ഞു നടക്കില്ല, നിന്നെ കാണാൻ തന്നെ വല്ല എല്ലാ പിള്ളേരും നീ കഞ്ചാവാണെന്ന്, ക്ലാസ്സിൽ എല്ലാ പിള്ളേരും ഞാൻ കഞ്ചാവാണെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കണേ. ഞമ്മക്കാണെങ്കിൽ ഇടാൻ ഡ്രസ്സൊന്നും അധികമില്ല, കൂട്ടുകാരന്മാരുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ പോകും. അത് നരച്ചതുപോലെയൊക്കെ ഇട്ടിട്ട്, അതും മുടിയൊക്കെ വളർത്തി ഇങ്ങനെയായിട്ട് ക്ലാസ്സിൽ പോകുമ്പോൾ എല്ലാവരും എന്നെ വല്ല ഇതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അവൾ പറഞ്ഞിട്ട് അങ്ങനെ മുടിയൊക്കെ വെട്ടി ക്ലാസ്സിലേക്കൊക്കെ നീറ്റായി പോകാൻ തുടങ്ങിയത്. അപ്പോൾ പിന്നെയാണ് പ്രണയം ഒന്ന് ഓക്കെ ആയി വന്നത്. ഇപ്പോൾ 5 വർഷം ആവാറായിട്ടാ. എൻ്റെ വീട്ടിലെല്ലാവർക്കും അറിയാം, എല്ലാവിടെയും അവിടെ ഇവിടെ എല്ലാം അറിയാം. പക്ഷെ മുഖം കാണിക്കാത്തത് ഇപ്പം തന്നെ കാണിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഒരു എൻഗേജ്മെൻറ്റേ കാണിച്ചിട്ട് കാണിക്കാമെന്നുകൊണ്ടാണ്. അപ്പം ഈ ഒരു കോലത്തിൽ നിന്ന് ഞാൻ ഈ ഒരു കോലമായിട്ടാണ്, മുടിയൊക്കെ വെട്ടി നീറ്റ് ചുള്ളനെ പോലെയായി. ഇപ്പോഴാണ് ആ കഴിഞ്ഞ കാലമൊക്കെ ആലോചിക്കുമ്പോൾ പ്രാന്ത് പോലെ ആവണേ. അപ്പോൾ ഞങ്ങൾ ഈ കാണുന്ന പിള്ളേർ ആരെങ്കിലും അല്ലെങ്കിൽ എന്നെപ്പോലത്തെ പിള്ളേർ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ മുടി ഓരോ സമയത്ത് നമുക്ക് ഓരോ ചിന്തകളാണ്. പിന്നീട് ആലോചിക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവുക. നിങ്ങൾ അമ്മയും അച്ഛനൊക്കെ നിങ്ങൾ മുടി വളർത്തിയവരാണെന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനും പറയുന്നതൊക്കെ ഒന്ന് കേട്ടാ പിന്നീട് കുറേ കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇതിൻ്റെ ഇതുപോലെയൊക്കെ വൃത്തികേടാണെന്ന് മനസ്സിലാവുക. അപ്പോൾ എല്ലാവർക്കും ഇത്ര നേരം എൻ്റെ വീഡിയോ എല്ലാവരും ഇന്ന് കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഉണ്ടാ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഹാപ്പി വാലന്റൈൻസ് ഡേ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ബുക്ക് വായിക്കണവരാണെന്ന് ഇതൊരു ആൽക്കെമിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കാണ് കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഏതെങ്കിലുമൊക്കെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇതിൽ ഓരോ വരികളും എടുത്ത് വായിക്കും. അത്രയ്ക്ക് അടിപൊളിയാണ്. നിങ്ങൾ മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വിഷമഘട്ടത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ ബുക്ക് നിങ്ങൾ വായിച്ചോ. തീർച്ചയായും ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റുപോയ ബുക്കുകളിലൊന്നാണ് ആൽക്കെമിസ്റ്റ്. ഈ ബുക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. ഞാൻ എന്ത് മൂഡ് ഓഫ് വന്നാലും ഈ ബുക്ക് എടുത്ത് വായിക്കും ഗൈസ്. പിന്നെ വേറൊരു കാര്യം, ഈ ബൊമ്മ കണ്ട ഞാൻ ഗേൾ ഫ്രണ്ടിന് വാങ്ങിച്ചു കൊടുത്ത അതേ ബൊമ്മൻ്റെ വേറൊരു പേരായിട്ടാണ് വാങ്ങിച്ചത്. ഒന്ന് അവൾക്കും ഒന്ന് എനിക്കും. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ വേറൊരു കാര്യം, ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്നവർക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്, ഹിന്ദിയിലുണ്ട്, എല്ലാ ലാംഗ്വേജിലും അവൈലബിൾ ആണ്. മലയാളത്തിലൊക്കെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാത്തിലും ഉണ്ട് കേട്ടോ. ബുക്ക് സ്റ്റാളുകളിൽ ഏത് ബുക്ക് സ്റ്റാളിൽ പോയാലും ആൽക്കെമിസ്റ്റ് എന്തായാലും കിട്ടും. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വാങ്ങിച്ചോട്ടോ. നിങ്ങളുടെ ലൈഫിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, ഭയങ്കര മോട്ടിവേഷൻ അല്ലെങ്കിൽ നല്ലൊരു ബുക്കാണ്. നഷ്ടമാവില്ല. ഈ കഥ ഒരിക്കലും നിങ്ങൾക്ക് വായിച്ചാൽ നഷ്ടമാവില്ല കേട്ടോ. എന്നെക്കാളും മുമ്പ് എൻ്റെ കാമുക്ക് ഗിഫ്റ്റായി കൊടുത്തിട്ട് അത് മൊത്തം വായിച്ചു തീർത്തു കാമുക്ക്. ഞാൻ 2 കൊല്ലമായിട്ട് വായിക്കണം. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് മടിയായതുകൊണ്ട് ഇപ്പോൾ അത് ഇപ്പോഴാണ് വായിച്ച് കഴിയാറായത്. അപ്പോൾ അടിപൊളി ബുക്കാണ് കേട്ടോ. അപ്പോൾ ഇത്ര നേരം കണ്ട എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.